ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 6ാം ക്ലാസ്സിലെ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ എക്സാം ഭാഗമായിട്ട് മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലിയിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിർദ്ദേശങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുക. ടൈം കൺട്രോൾ ചെയ്തതിൻ്റെ ശേഷം വേണം നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ്റെയും അറ്റൻഡ് ചെയ്യാൻ. എല്ലാ ക്വസ്റ്റ്യനും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. മലയാളമാണ്, അപ്പോൾ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഉത്തരങ്ങൾ എഴുതാൻ. ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രവർത്തനം 1. നെൽകൃഷിയുടെ ഒരു രീതിയാണ് പുഞ്ചകൃഷി. ആഴം കൂടിയ കുണ്ടുപാടങ്ങളിലും കായൽ നിലയങ്ങളിലുമാണ് പുഞ്ചകൃഷി ചെയ്യുന്നത്. കുട്ടനാടൻ പ്രദേശങ്ങളിൽ പുഞ്ചകൃഷി വ്യാപകമായി ചെയ്യാറുണ്ട്. അവിടെ വെള്ളത്തിൻ്റെ നിലയനുസരിച്ച് വൃശ്ചിക മാസത്തിലോ ധനുവിലോ മകരത്തിലോ പുഞ്ചകൃഷി ആരംഭിക്കുന്നു. നെല്ലിൻ്റെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് ചടങ്ങാണ് പൊലി. കൊയ്ത്തു കഴിഞ്ഞു കൊണ്ടുവന്ന നെൽക്കറ്റകൾ മെതിച്ചു കിട്ടുന്ന നെല്ല് അതേപടി കളത്തിൽ കൂട്ടിയിടുന്നതിനെയാണ് പൊലി എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പദമായി, അതായത് കൊയ്ത്തുകൂലിയായി നെല്ല് അളന്നു നൽകുന്നു. ബാക്കിയുള്ളത് കർഷകർ അളന്നെടുക്കുന്നതിനെയാണ് പൊലി അളക്കുക എന്ന് പറയുന്നത്. ഇതിനായി പറകൾ ഉപയോഗിക്കാറുണ്ട്. ധാന്യങ്ങളുടെ അളവിന് വേണ്ടി കേരളത്തിൽ ഉപയോഗിക്കുന്ന അളവ് പാത്രമാണ് പറകൾ. വിവിധ തരത്തിലുണ്ട് പറകൾ. 8ാം പറ, 10ാം പറ, എട്ടഹപ്പറ, പാട്ടപ്പറ, വടിപ്പൻ പറ എന്നിങ്ങനെ അല്ലേ. ഇവിടെ ഒരു പാരഗ്രാഫ്, ഒരു ഖണ്ഡിക കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1ാമത്തെ പ്രവർത്തനം നിർബന്ധമായിട്ടും എഴുതാനും പറഞ്ഞിട്ടുണ്ട്. 5 മാർക്ക് വീതമാണ്. ഇതിൽ 1ാമത്തെ ചോദ്യം എന്താണ്? കുട്ടനാടൻ പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന രീതി ഏത്? നെൽകൃഷിയുടെ ഒരു രീതിയാണ് പുഞ്ചകൃഷി അല്ലേ. 2ാമത്തെ ചോദ്യം, വിവിധ ഇനം പറകൾ ഏതെല്ലാം? വിവിധ ഇനം പറകൾ ഏതൊക്കെയാണ്? 8ാം പറ, 10ാം പറ, എട്ടഹപ്പറ, പാട്ടപ്പറ, വടിപ്പൻ പറ അല്ലേ. ഇനി പൊലി എന്നാൽ എന്ത്? പൊലി എന്നാൽ എന്താണ്? നമ്മൾ ഇതിൽ പഠിച്ചു അല്ലേ. കൊയ്ത് കഴിഞ്ഞു കൊണ്ടുവന്ന നെൽക്കറ്റകൾ എന്താണ്? മെതിച്ച് കിട്ടുന്ന നെല്ല് അതേപടി കളത്തിൽ കൂട്ടിയിടുന്നതിനെയാണ് പൊലി എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ഉപ്പുകൊറ്റനും അഗ്നിഹോത്രിയും തമ്മിൽ കണ്ടുമുട്ടുന്ന സാഹചര്യം പാഠഭാഗത്തിൽ വിശദീകരിക്കുന്നുണ്ടല്ലോ. അവർ തമ്മിൽ നടത്തിയ സംഭാഷണം തയ്യാറാക്കുക. അല്ലേ, ഉപ്പുകൊറ്റനും അഗ്നിഹോത്രിയും തമ്മിലുള്ള ആ ഒരു സംഭാഷണം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. പാഠഭാഗത്തിൽ ഉപ്പുകൊറ്റൻ വന്ന് അഗ്നിഹോത്രി അല്ലേ ചോദിക്കുന്നുണ്ട്, ആരാണ് താങ്കൾ? അപ്പോൾ ഉപ്പുകൊറ്റൻ പറയും, ഞാൻ ഉപ്പുകൊറ്റനാണ്. ഉപ്പുകൊറ്റൻ താങ്കളുടെ പേരാണോ? എന്തിനാണ് താങ്കൾക്ക് ഇങ്ങനെ ഒരു പേര്? അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ കോൺവെർസേഷൻ പാഠഭാഗം, ഏത് പാഠഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും ആ പാഠഭാഗത്തിൻ്റെ ആശയവും കണ്ടൻറ്റും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സംഭാഷണ രൂപത്തിൽ എഴുതാൻ സാധിക്കും. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 3. പ്രസംഗം തയ്യാറാക്കുക. കൃഷി ചെയ്യാത്തവർക്ക് എങ്ങനെ ഓണം ആഘോഷിക്കാനാകും? വീട്ടുമുറ്റം പോലും ഇല്ലാത്ത നഗരജീവിതത്തിൽ എങ്ങനെയാണ് ഓണത്തെ വരവേൽക്കുക? പാക്കറ്റിൽ കിട്ടുന്ന പൂക്കളും ഓണസദ്യയും മാത്രമേ നഗരവാസികൾക്ക് പരിചയമുള്ളൂ. NV കൃഷ്ണവാര്യരുടെ കവിതയിലെ ചില ആശയങ്ങൾ ഇവിടെ തന്നിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓണവും നാഗരികതയും എന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗം തയ്യാറാക്കുക അല്ലേ. പ്രസംഗം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മളെ ആദ്യം നമ്മൾ അഭിസംബോധന ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം ഇന്ന് ജീവിക്കുന്ന കാലത്ത് എല്ലാം അന്യം നിന്ന് പോവുകയാണ്. ഇന്ന് നാം മറ്റു രാഷ്ട്രങ്ങളെയാണ് ഓണത്തിന് പൂക്കളമിടാൻ ആശ്രയിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു നാടൻ പൂക്കളോ കളികളോ ഒന്നും കാണാനില്ല. എല്ലാം അന്യം നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിലെ മാറ്റങ്ങളും അതിൽ നിങ്ങൾ അനുഭവിക്കുന്ന അനുഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഉചിതമായ ഭാഷയിൽ നിങ്ങൾക്ക് പ്രസംഗം തയ്യാറാക്കിയാൽ ആ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 4. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാടൻ പാട്ടിൻ്റെ 4 വരിയും അതിനനുസരിച്ചുള്ള വാഴ്ത്താരിയും പാടുക അല്ലേ. നാടൻപാട്ട് ഒരുപാട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും.
തെന്താരോ തെയ്യാരോ തക തെയ്യക്കം തെയ്യക്കം തെയ്യാരോ, ഇതാണ് വാഴ്ത്താരി അല്ലേ. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു നല്ല നാടൻ പാട്ട്, നിങ്ങൾ പഠിച്ച ഏതെങ്കിലും നാടൻ പാട്ടിൻ്റെ 4 വരികൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രയോഗങ്ങളുടെ ആശയം എഴുതുക. മലയജ സുരഭില മാരുതൻ തുഞ്ചശുഗീകള ഖണ്ഡ നിനാദം. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച പാഠഭാഗത്തു നിന്നുള്ള പ്രയോഗങ്ങളാണ് വരിക. അപ്പോൾ എന്താണ്, അതിൻ്റെ ആശയം ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് അതിൻ്റെ പ്രയോഗ ഭംഗി അല്ലേ വിശദീകരിച്ച് എഴുതുക അല്ലേ. ഇവിടെ മലയജ സുരഭില മാരുതൻ എന്ന് പറഞ്ഞാൽ എന്താ, മാരുതൻ എന്ന് പറഞ്ഞാൽ എന്താ, കാറ്റ് അല്ലേ. അപ്പോൾ ആ ഒരു ഭംഗി നിങ്ങൾ വിശേഷിപ്പിച്ചെഴുതുക. ഇനി പ്രവർത്തനം 5, ജീവിതത്തിൻ്റെ ഉപ്പ് എന്ന പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രമായ ഉപ്പുകൊറ്റനെ കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. പിന്നെ കേരള ഗാനം എഴുതിയത് ആര് അല്ലേ. നിങ്ങൾ പഠിച്ച പാഠഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും ആ പാഠഭാഗത്തിലെ കഥാപാത്രങ്ങളെ, എല്ലാ കഥാപാത്രങ്ങളെയും കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഏത് പാഠഭാഗം, ഇപ്പോൾ ഇവിടെ ഉപ്പുകുറ്റനാണ് പറഞ്ഞിട്ടുള്ളത്, ഇതല്ലാതെ പല കഥാപാത്രങ്ങളും നിങ്ങളെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലേ, ഓരോ പാഠഭാഗങ്ങൾ എടുത്താലും. അപ്പോൾ ആ ഒരു കഥാപാത്രത്തെ മനസ്സിലാക്കി അവരുടെ സവിശേഷതകൾ എഴുതി, അവരുടെ രൂപസവിശേഷതകൾ എഴുതി, അവരുടെ സ്വഭാവ സവിശേഷതകൾ എഴുതി, നിങ്ങളുടെ അഭിപ്രായം കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇനി 8ാമത്തെ പ്രവർത്തനം, എല്ലാവരും മനുഷ്യരല്ലേ, ഒരേ ചോരയല്ലേ. ഉപ്പുകൊറ്റനിൽ നിന്ന് ഉണ്ടായ ഈ ചോദ്യം ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ഉചിതമായതാണല്ലോ. ലഘു ഉപന്യാസം തയ്യാറാക്കുക അല്ലേ. ഉപ്പുകുറ്റനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഉപ്പുകുറ്റനെ കുറിച്ചിട്ട് നന്നാക്കി മനസ്സിലാക്കി പോകണം. എന്തായാലും ഉപ്പുകുറ്റനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യങ്ങളാണ് നമ്മൾ ഈ ചോദ്യപേപ്പറിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്താണ്, എല്ലാവരും മനുഷ്യരല്ലേ, ഒരേ ചോരയല്ലേ. ഇന്നത്തെ സമൂഹം അല്ലേ, എല്ലാ മനുഷ്യരെയും ഒന്നിച്ച് കാണുന്നില്ല അല്ലേ, ഒരേ ചോരയാണ് എന്നുള്ള ആ ഒരു മനസ്സോടെയല്ല ഇന്നത്തെ സമൂഹത്തിലുള്ള ആളുകളെ, എല്ലാ മനുഷ്യരെയും കാണുന്നത്. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുറത്തിൽ കവിയാതെ നിങ്ങൾ വിശദീകരിച്ചിട്ട് സമൂഹത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും മനുഷ്യർ തമ്മിലുള്ള കോലാഹലങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപന്യാസത്തിൻ്റെ മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എക്സാമിന് പോകുമ്പോൾ. അപ്പോൾ ഇത്രയാണ് വീഡിയോ. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓൾ ദി ബെസ്റ്റ്.